കൊല്ലത്തെ അതുല്യയുടെ ആത്മഹത്യയിൽ ഭർത്താവ് സതീശനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. തെക്കുംഭാഗം പോലീസാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. നിലവിൽ സതീഷ് ഷാർജയിലാണ്. ഇൻക്വസ്റ്റ് ഇപ്പം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിൻ്റെ പോസ്റ്റ്മോർട്ടം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതും കൂടെ കഴിഞ്ഞിട്ട് ബോഡി വിട്ടുകൊടുക്കും. ബാക്കി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അത് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതെ, ഇല്ല, അത് നമുക്കിപ്പം പറയാനുള്ളൊരു സ്റ്റേജ് അല്ലല്ലോ. അതിപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവരുടെ റിപ്പോർട്ട് കിട്ടുമ്പോഴേ അറിയാൻ പറ്റും. കൊല്ലത്തെ അതുല്യയുടെ ആത്മഹത്യയിലാണ് ഭർത്താവ് സതീശനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. തെക്കുംഭാഗം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി എന്നുള്ളതാണ് ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സതീഷ് ഇപ്പോൾ ഉള്ളത് ഷാർജയിലാണ്. ഷാർജയിൽ നേരത്തെ പോസ്റ്റ്മോർട്ടം നടന്നിരുന്നു. അത് ആത്മഹത്യയാണ് എന്നതാണ് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം ഇവിടെ നടക്കാനിരിക്കുന്നു. കുടുംബം ഉന്നയിച്ചത് ഇത് ആത്മഹത്യയല്ല, ഒരു കാരണവശാലും അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളതായിരുന്നു കുടുംബം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ ഇപ്പോൾ അത് ആത്മഹത്യ എന്ന തരത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ അതിഗുരുതരമായ രീതിയിലാണ് ഇയാളുടെ ഭാഗത്തുനിന്ന് പീഡനം ഉണ്ടായിട്ടുള്ളത്. കടുത്ത മാനസിക പീഡനവും ശാരീരിക പീഡനവും അവർ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാകാം ഈ മരണത്തിലേക്ക് അവർ പോയത് എന്നൊക്കെ ഇന്നലെയും പിതാവ് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഭർത്താവ് സതീശനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് അറിയിച്ചത്. അരുൺരാജ് വിവരങ്ങളുമായി. അരുൺരാജ്, എന്താണ് പോലീസിന്റെ നടപടിക്രമം എന്നതാണ് ഇപ്പോൾ വിശദീകരിച്ചത്. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ. അനുജ, ഇന്ന് രാവിലെയാണ് അതുല്യയുടെ മൃതദേഹം ഈ പരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ഇപ്പോൾ പരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലാണ് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിലേക്കാണ് കടക്കുക. ഒരു പോസ്റ്റ്മോർട്ടമാണ്. ഷാർജയിൽ വെച്ച് ഈ അതുല്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. അതിൽ ആത്മഹത്യയാണ് എന്നുള്ളതാണ് കണ്ടെത്തിയത്. പക്ഷേ ബന്ധുക്കൾക്ക്, കുടുംബങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ, ചില പരാതികൾ ഉള്ളതിനാലാണ് പോസ്റ്റ്മോർട്ടം കേരളത്തിൽ വീണ്ടും നടത്തുന്നത്. പരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇന്ന് 3 മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഭർത്താവ് സതീഷിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഷാർജയിലാണ് ഇയാൾ ഉള്ളത്. ഇയാൾ നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ പിടികൂടുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത് എന്നുള്ളതാണ് കരുനാഗപ്പള്ളി ASP കൂടിയായ അഞ്ജലി ഭാവന വ്യക്തമാക്കുന്നത്. ഈ സതീഷിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ കൂടി പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ നിലവിൽ ഷാർജയിലാണ് ഈ കേസ് നടന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിൽ കൈമാറിയേക്കാനാണ് സാധ്യത. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്.